തിരിച്ചെടുക്കരുത് തേങ്ങ. ആ അങ്ങനെ അവിടെ ഇങ്ങോട്ട് കെട്ടി പൊട്ടത്തിയേ മോൻ്റെ അങ്ങനെ അല്ലടി തിരിച്ചു പിടിക്ക. ആ ആ ഒന്ന് ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റേ വീട്ടിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള സംഭവമായിരുന്നു മീൻകായ എന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ വെച്ചിട്ടുള്ളൊരു ഒരു സ്നാക്സ് അങ്ങനെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. നമ്മൾ ഈ കണ്ണൂർ കോഴിക്കോട് ഭാഗങ്ങളൊക്കെ കാണുന്നൊരു സംഭവം കിട്ടും. അപ്പോൾ നമ്മൾ അത് ഉണ്ടാക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ റേഷൻ അരി ഉണ്ടല്ലോ, നമ്മൾ പച്ചരി, അപ്പോൾ നന്നായിട്ട് പച്ചരി നന്നായിട്ട് മില്ലിൽ പോയിട്ട് നല്ല നൈസായിട്ട് പൊടിച്ച് വന്ന പച്ചരി നമ്മളൊന്ന് വറുത്തെടുക്കുകയാണ്. ഇത് വറുത്തെടുത്തിട്ടാണ് ബാക്കി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മളത് ആ വറുത്തെടുത്തപ്പോൾ നമ്മൾ പാകമായി ഒന്ന് തൊട്ട് നോക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് പൊള്ളിയാണ് പാകമായി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിനുശേഷം നമുക്ക് മെയിനായിട്ട് വേണം നമ്മൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയാണ്. അപ്പോൾ നമ്മൾ ആ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി നന്നായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ സഹായിക്കാൻ ഏടത്തമ്മ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏടത്തമ്മയുടെ മുഖം കാണിക്കേണ്ട പറഞ്ഞാൽ നമ്മൾ മുഖം കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുറച്ചധികം ചെറിയുള്ളിയും അതുകൊണ്ട് കുറച്ച് വെളുത്തുള്ളിയും വേണം. അപ്പോൾ നമ്മളങ്ങനെ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ നന്നായിക്കൊണ്ടിരിക്കുകയാണ്. പണിയെടുത്തുകൊണ്ട് നോക്കുമ്പോൾ ആ ഒരു കോഴി വെറുതെ ഇങ്ങനെ കോഴിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കോഴിയെ കളിയാക്കിക്കൊണ്ട് ഉണ്ണേറിന് അപ്പുറത്തുനിന്ന് സൗണ്ട് ഉണ്ടാകുന്നുണ്ടായിരുന്നു. അപ്പോൾ 2 കോഴികളുടെ പൂവാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തേങ്ങ ഇട്ടിട്ടുണ്ട്, നമ്മൾ ഉരിക്കാൻ പോവാണ്. പിടിക്കാൻ പോവാണ്. അപ്പൊ നമ്മളിവിടെ ചവിട്ടി പിടിക്കണം. അങ്ങനെ തിരിച്ചെടുക്കരുത് തേങ്ങ. ആ അങ്ങനെ അവിടെ ഇങ്ങോട്ട് കെട്ടി പൊട്ടത്തിയേ മോൻ്റെ അങ്ങനെ അല്ലടി തിരിച്ചു പിടിക്ക. ആ ആ ഒന്നോടെ പൊളിച്ചത് അങ്ങനെ എടി അങ്ങനല്ലടി. അപ്പൊ ഗൈസ് നമ്മൾ ഉരിച്ചു കഴിഞ്ഞു. നമ്മളല്ല ഉണ്ണിയേട്ടനെ വിളിച്ചത്. നമുക്കിത് പൊളിക്കാം. അങ്ങനെ തൊലിച്ച് കിട്ടി ഗൈസ്. ഇതാണ് തേങ്ങ. അപ്പോൾ നമ്മൾ ചെറിയുള്ളി കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ചെറിയുള്ളി ഇത് നന്നാക്കുക എന്ന് പറയുമ്പോൾ ഇച്ചിരി പാടാണ്, കാരണം അത് ചെറുതായതുകൊണ്ട് തന്നെ ഇച്ചിരി നന്നാക്കാൻ കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പച്ചമുളകും അതുപോലെ തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുക ചെയ്യുന്നത്, കാരണം ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര സൗണ്ടാണ്. ഈ മോട്ടർ, നമ്മളെ വീട്ടിൽ മോട്ടർ ഇട്ടതിൻ്റെ സൗണ്ടും അതുപോലെ അവിടെ നിന്ന് അമ്മയും മുന്നേറും എല്ലാം കൂടെ കച്ചറ ഭയങ്കര സൗണ്ടായിരുന്നു. ഞാൻ പറയുന്നതൊന്നും കേൾക്കാനേ പറ്റില്ല, അതുകൊണ്ടാണ് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയുള്ള തക്കാളിയും ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ മെയിൻ കാര്യമാണ് മീൻ പൊരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഓരോരോ നമ്മളിതിന് അയിലയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ അയില എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് പൊരിച്ചിട്ട് എടുക്കണം. നന്നായിട്ട് പൊരിക്കരുത്, ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്കതിൽ പൊരിക്കാം. അപ്പോൾ പൊരിക്കുന്ന കാണാം കേട്ടോ. അപ്പോൾ മീനും മസാലയൊക്കെ ഒരു ഭാഗത്ത് റെഡി ആയിക്കൊണ്ടിരിക്കും. നമുക്കിതിൽ വേണ്ട വേറൊരു കാര്യമാണ് തേങ്ങ എന്ന് പറഞ്ഞാൽ നമുക്ക് തേങ്ങ അവർ ചിരകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നമ്മുടെ മാവ് റെഡിയാക്കണം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള പൊടിയൊക്കെ നന്നായിട്ട് തണിയിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരകവും ഒക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ചൂടുവെള്ളം പറഞ്ഞ് നന്നായിട്ട് അതൊന്നിങ്ങനെ കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇച്ചിരി വെളിച്ചെണ്ണ അതുപോലെ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി വെക്കണം. നന്നായിട്ട് വെട്ടി തിളക്കണം കേട്ടോ. അപ്പോൾ വെട്ടി തിളച്ച് കഴിയുമ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മാവ് സെറ്റാക്കേണ്ടത്. അപ്പോൾ നമുക്ക് തിളയ്ക്കുമ്പോഴത്തേക്ക് നമ്മളെ ഫ്രൈ ചെയ്ത് മീനൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആ മീനിൽ നമുക്ക് എടുക്കണം. മുള്ളെടുത്തിട്ട് അതിൻ്റെ മുള്ളൊക്കെ മാറ്റിയിട്ട് അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് മുന്നേയായിട്ട് നമുക്ക് കുറച്ചുകൂടി തേങ്ങയാണ് ഇതിന് നെക്സ്റ്റ് ആവശ്യമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമുക്ക് തേങ്ങ എന്തെങ്കിലും ചെറിയൊരു ചമ്മന്തി പോലെ പൊടിച്ച് വെക്കണം. അപ്പോൾ തേങ്ങയിലോട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ കുറച്ച് മുളക് പൊടി അതുപോലെ കുറച്ച് ചിക്കൻ മസാല, പെരിഞ്ചീരകം, ചെറിയുള്ളി, കറിവേപ്പില, ഇത്രയും കാര്യങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു അരപ്പ് ഒരു ചമ്മന്തി പരുവത്തിലുള്ള ആ ഒരു കാര്യം റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളപ്പോൾ അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതൊന്ന് ജസ്റ്റ് 2 ക്രഷ് ക്രീം അത്ര മാത്രം മതി. അപ്പോൾ അങ്ങനെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതും റെഡിയായി. അപ്പോൾ നമുക്കൊരു മീനിൻ്റെ
നമ്മൾ വെള്ളം നല്ലതായിട്ട് പതച്ചിട്ട് നമുക്ക് ഇത് ഓഫാക്കാം. നമുക്ക് ഈ ചൂടോട് കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഇതിലോട്ട് പറഞ്ഞു കൊടുക്കാം. മാവ് മിസ്സാക്കുന്നത് ഇതിൽ കണ്ടോ, മനസ്സിലാവില്ലല്ലോ. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് ആദ്യം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് നമ്മൾ തവി വെച്ചിട്ടൊന്ന് നോക്കുക. അപ്പോൾ നമുക്ക് എത്ര വെള്ളം വേണമെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുറച്ച് വെള്ളം ചേർക്കണം. നമ്മൾ ഈ വെള്ളത്തിൽ ഉപ്പും ഇട്ടതുകൊണ്ട് പിന്നെ ഉപ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഞാനിതാ നമ്മുടെ മീനും അതുപോലെ തന്നെ മീനിൻ്റെ മുള്ളൊക്കെ കളഞ്ഞാൽ ഒന്ന് ക്രഷ് ചെയ്തത് നമ്മൾ നേരത്തെ വെച്ച ചമ്മന്തിയും ഒന്ന് സെറ്റായി കുഴച്ച് എന്താ പറയുക ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി ചമ്മന്തിയിൽ ഉപ്പിടാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതിൽ ഒന്ന് ഉപ്പിടുന്നത്. അപ്പോൾ അതൊന്ന് റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് എന്താ പറയുക ഒന്ന് വാട്ടിയെടുക്കാം. എല്ലാം കൂടെ ഒന്ന് കുറച്ച് മസാലകളൊക്കെ ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഗ്യാസിൽ അടുപ്പൊക്കെ തിരക്കി പറയുമ്പോൾ മാറിപ്പോവാണ്. അപ്പോൾ നമ്മൾ ഗ്യാസിലൊരു ഒരു പാത്രം വെച്ചു. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ ഓരോന്നായിട്ട് ആദ്യം ഉള്ളി ഇട്ടു, കുറച്ച് എന്താ പറയേണ്ടത് കുറച്ച് ഉപ്പിട്ട് ഉള്ളി നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കാം കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പച്ചമുളകും വെളുത്തുള്ളി ഇട്ടിട്ട് നമ്മളിതൊന്ന് ജസ്റ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ചിക്കൻ മസാല ഇട്ട് കൊടുക്കണം കേട്ടോ. ചിക്കൻ മസാല നമ്മൾ ചമ്മന്തി ആക്കുമ്പോൾ അതിലിടണം. അതിൻ്റെ ഉണ്ണിയുടെ നമുക്ക് ചിക്കൻ മസാല ചിക്കൻ മസാല എടുത്തേ എവിടെ അറിയാം, അവിടെ ഉണ്ട് ഒരു പാത്രത്തിൽ. ഉണ്ണിയുടെ ലൈറ്റ് ഇല്ലാതെ ഉണ്ണിയുടെ നല്ല വെളുത്തിരിക്കുന്നു. ഓക്കെ കേട്ടോ, മതി 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 മതി. ഇനി അധികം മസാലയൊന്നും ഇത് ചേർക്കേണ്ട ആവശ്യമില്ല. മസാല ഒക്കെ നല്ലൊരു പരുവായിട്ടുണ്ട്. ഗ്യാസ് ഓഫാക്കി നമുക്ക് എന്ത് ചെയ്യാം, ചമ്മന്തിയും നേരത്തെ ആ ഒരു മീനും കാര്യങ്ങളൊക്കെ ചേർത്ത് മിക്സാക്കാം. ഈ ഒരു മിക്സാണ് നമ്മൾ ഇതിലോട്ട് ചേർക്കേണ്ടത്. അപ്പോൾ കൂടെ മാറ്റി വെച്ചിട്ട് ചൂടുണ്ടോ ഞാൻ മുറി മാറ്റി വെക്കാം. ചൂടാ അപ്പോൾ നമ്മൾ നേരത്തെ പാകത്തിനുള്ള വെള്ളമൊക്കെ പാർന്ന് സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ മാവ് നന്നായിട്ടൊന്ന് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്യുന്നു കുഴച്ചെടുക്കാതെ എന്താ പറയുക ചെറുതായിട്ട് കൈമൊരു ഇങ്ങനെ പശ പോലെ പറ്റുന്നുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പച്ചരി ആയിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൈ നനച്ച് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ട് നന്നാക്കിയിട്ട് കുഴച്ച് നമുക്ക് ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ച് ബോൾ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അങ്ങനെ ബോൾ ആക്കി വെച്ചേന്ന് ഓരോന്ന് എടുത്തിട്ട് നമ്മൾ കയ്യിൽ ജസ്റ്റ് അട പരത്തുള്ളൂ. അപ്പം അങ്ങനെ കയ്യിലൊന്ന് ജസ്റ്റ് ഇട്ടിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പിൽ പരത്തി കൊടുത്തതിന് ശേഷം അതിലോട്ട് നമ്മൾ നമ്മുടെ ഫില്ലിങ്സ് നിറച്ചിട്ട് നമ്മൾ എന്താ പറയണ്ടേ ഉരുട്ടി ഈ കാണുന്ന പോലെ ചെയ്തെടുക്കാം കേട്ടോ. എന്താ പറയണ്ടേ നമ്മൾ കുഴക്കട്ട ഉണ്ടാവില്ല ആ ഒരു ഷേപ്പിലാക്കി എടുക്കാം. അങ്ങനെയാണ് നമ്മുടെ മീൻകായ കണ്ടുവരുന്നത്. അപ്പം അങ്ങനെ നമുക്ക് എല്ലാം എന്ത് ചെയ്യാം ആ ഒരു ഷേപ്പിലാക്കി എടുക്കാം. ഓഹാ വെന്തോ നോക്കാം നമുക്കിത് വെന്തോന്ന് ജസ്റ്റ് കത്തി എടുത്താണ് കുത്തിയത് കേട്ടോ. കണ്ടോ ഇത് കത്തിയുള്ള ക്ലിയർ ആണ് കണ്ടോ. അപ്പം ഇത് വെന്തു.
അല്ല നാളെ രാവിലെ ഉണ്ണിയുടെ എന്താ ചെയ്യണേ ഒലക്ക? ഇത് പറ്റില്ല സംഭവത്തില്. ഞാൻ ആദ്യം പറഞ്ഞാ കേട്ടിട്ട് കൊരങ്ങൻ. അപ്പോൾ നമ്മുടെ മീൻകായൊക്കെ നന്നായിട്ട് വെന്ത് സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ മീൻകായ ഒന്ന് മസാല പുരട്ടണം. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് ചെറുനാരങ്ങയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലോട്ട് കുറച്ച് മുളക് പൊടി ഉപ്പിട്ടിട്ട് ഒരു ഗ്രേവി മസാല ഉണ്ടാക്കുക. അപ്പോൾ അതിലോട്ട് നമ്മുടെ എന്താ പറയേണ്ടത് നമ്മുടെ മീൻകായ എല്ലാം ഒന്ന് അതിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുക. കാരണം ആ ഒരു മസാല ഒന്ന് അതിനുമ്പിലാകുന്ന പോലെ. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു വെളിച്ചെണ്ണയിൽ കുറച്ച് കറിവേപ്പില ഇട്ട് നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഈ മീൻ പൊരിക്കില്ല അതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. കാരണം ആ ഒരു മസാല ഒരു പൊരിച്ച പോലെയുള്ള ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ആവിയിൽ വേവിച്ച സാധനമാണുള്ളത്. അപ്പോൾ വേറൊരു ടേസ്റ്റ് ആവും. നമ്മൾ കല്ലുമ്മക്കായൊക്കെ ചെയ്യില്ല ആ ഒരു ഇതിലിട്ടോ. അങ്ങനെ നമ്മൾ പൊരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് കല്ലുമ്മക്കായ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കൊക്കു ചേച്ചിയുടെ വാക്ക കല്ലുമ്മക്കായ മീൻകായാണ്. ടേസ്റ്റ് നോക്കണേ, പറയണേ. ഒരു ഹായ് പറ. നല്ല ചൂടുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോ. ഉള്ളിലെ മസാല കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോ കേട്ടോ. രുചി എങ്ങനെയുണ്ട്? സൂപ്പർ ആയിക്ക്. അടിപൊളിയാക്കി. നമ്മള് ഉണ്ണിയുടെ കയ്യിലെ ചിക്കനും എൻ്റെ മീൻകായൊക്കെ സെറ്റാക്കിയിട്ട് നമ്മളൊരു സ്ഥലത്തേക്ക് പോവാണ്. ഇങ്ങനെ പോയിട്ട് നമുക്ക് പോകാം. ബായോ.